ഇന്ന് സുപ്രധാനമായൊരു വിധി വരികയാണ്. തെരഞ്ഞെടുപ്പ് ബോണ്ട് കേസിൽ സുപ്രീം കോടതി വിധി ഇന്ന് വരികയാണ്. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറയുന്നത്. സിബി, ഇതൊക്കെയാണ് കോടതിയുടെ ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങൾ. എപ്പോഴായിരിക്കും വിധി ഉണ്ടാവുക? 2017 മോദി സർക്കാർ ഈ ഒരു തെരഞ്ഞെടുപ്പ് ബോണ്ട് അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത്. പ്രധാനമായും നിയമാനുസൃതമായ കോഴ എന്നാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ്, അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് യഥേഷ്ടം ഫണ്ട് സ്വീകരിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഉള്ള ഒരു സംഭവമാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. അത് സ്വാഭാവികമായും ഈ ഇലക്ട്രൽ ബോണ്ടുകളായി വാങ്ങിക്കൊണ്ട്, അത് ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴി ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിക്കൊണ്ട് ഒരു വ്യക്തിക്കോ ഒരു സ്ഥാപനത്തിനോ ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്യാം. ഈ സംഭാവന ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ SBI വഴി, SBI ശാഖ വഴി യഥേഷ്ടം പണമായി വാങ്ങുകയും ചെയ്യാം. ഇതിന് ആരാണ് പണം നൽകിയതെന്നോ അല്ലെങ്കിൽ ഇത് എത്ര രൂപയാണെന്നോ ആരെയും അറിയിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആ രീതിക്കൊരു നിയമമാണ് അന്ന് 2017 ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് കൊണ്ടുവന്നത്. പക്ഷേ സ്വാഭാവികമായും ഈ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവരുമ്പോൾ ഭരണപക്ഷത്തിരിക്കുന്ന BJPക്കാണ് ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള 90% പണം ലഭ്യമാകുന്നത്. അതിന് ചില കണക്കുകളെല്ലാം തന്നെ ഞെട്ടിക്കുന്ന കണക്കുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എന്തായാലും ഇതിനെതിരെയാണ്, ഇത് നിയമാനുസൃതമായ കോഴയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് നിരവധി ഹർജികൾ വരികയും സുപ്രീം കോടതിയിൽ അത് വിശാല ബെഞ്ച് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ വാദം കെട്ടിരുന്നു. ഈ വാദത്തിൽ ഇന്ന് വിധി പറയുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഇതിൽ ഈ ബാങ്ക് അക്കൗണ്ട് വഴി ലഭിക്കുന്ന പണം, ഇതിൽ സുതാര്യത ഉണ്ടെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ ഉള്ളെങ്കിൽ ഈ ബോണ്ട് വഴി ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് ഇത് BJPക്കാണെന്നും മാത്രമല്ല ഇത് നിയമാനുസൃത കോഴയാണെന്നും ഈ ഹർജിക്കാർ ആരോപിക്കുന്നു. പ്രധാനമായും അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസും CPIM അടക്കമുള്ള സംഘടനകളാണ് ഈ ഒരു ഹർജിയുമായി മുന്നോട്ട് വന്നത്. ഇന്നിപ്പോൾ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ വിശാല ബെഞ്ചാണ് ഈ ഒരു ഹർജിയിൽ വിധി പറയുക. ഇതിൽ മറ്റ് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയുണ്ട്, BR ഗവായി ഉണ്ട്, JB പർദിവാലുണ്ട്, മനോജ് മിശ്ര എന്നിവരടങ്ങുന്ന 5 അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഇതിൽ വിധി പറയുന്നത്. ഈ ഇലക്ട്രൽ ബോണ്ടുകളിലെ ഒരു രഹസ്യ സ്വഭാവം സംബന്ധിച്ചെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം നേരത്തെ സുപ്രീം കോടതിയിൽ ഈ വാദത്തിനിടയിലെല്ലാം തന്നെയും വളരെ വലിയ വിമർശനം ഉയർത്തുന്നു. ഇതിൽ കൃത്യമായ കണക്കുകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുണ്ടാകണമെന്നും അത് സമർപ്പിക്കാനെല്ലാം തന്നെയും ഇത്തരത്തിൽ ഈ വിശാല ഭരണഘടനാ ബെഞ്ച് ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ ചില കണക്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോക്സഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ ജനുവരിയിൽ ഒരു 10 ദിവസം മാത്രം ഈ ഇലക്ട്രൽ ബോണ്ട് ഇറക്കാൻ വേണ്ടി ധനകാര്യ മന്ത്രാലയം ഒരു അനുമതി നൽകിയിരുന്നു. ഈ 10 ദിവസത്തിന് മാത്രം 570 കോടി രൂപയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന ലഭിച്ചത്. അതായത് അതിൽ 90% BJPക്കാണ് ലഭിച്ചതെന്നും കൃത്യമായി കണക്കുകൾ പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ഏകദേശം ഒരു 30 ഘട്ടമായി, അതായത് 2018 മുതലാണ് ഈ ഇലക്ട്രൽ ബോണ്ട് നിലവിൽ വരുന്നത്. ഈ 2018 മുതൽ ഏകദേശം 30 ഘട്ടങ്ങളായി ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഈ ഓരോ ഇലക്ഷൻ കാലത്തും ഈ ഇലക്ട്രൽ ബോണ്ട് വഴി പണം സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ 30 ദിവസം ഈ 30 ഘട്ടം നോക്കിക്കഴിഞ്ഞാൽ 16,518 കോടി രൂപയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി ലഭിച്ചിട്ടുള്ളത്. ഈ ജനുവരിയിൽ മാത്രം ഞാൻ 570 കോടി പറഞ്ഞെങ്കിൽ ഈ കഴിഞ്ഞ 2023 നവംബറിൽ 14 ദിവസം നടന്ന ഒരു ഈ ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1006 കോടി രൂപയാണ് അന്ന് ഇത്തരത്തിൽ അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ചത്. അങ്ങനെ 30 ഘട്ടങ്ങളിലായി 16,518 കോടി രൂപ ലഭിച്ചിരിക്കുന്നത്. അതായത് നിയമാനുസൃതമായ ഒരു കോഴയായിട്ട് തന്നെയാണ് ഇത് പ്രധാനമായും പ്രതിപക്ഷം അടക്കം ചൂണ്ടിക്കാട്ടുന്നത്. ഇത് BJP സർക്കാരിനെ സംബന്ധിച്ചാണ് ഏറ്റവും കേസിലെ വാദപ്രതിവാദങ്ങളൊക്കെ ഏത് തരത്തിലായിരുന്നു? ഇപ്പോൾ കേസിലെ വാദപ്രതിവാദങ്ങളൊക്കെ ഏത് തരത്തിലായിരുന്നു? ഈ ഒരു സംഭവത്തിൽ സുതാര്യതയില്ലെന്ന് ഹർജിക്കാർ ആരോപിക്കുമ്പോൾ, കണക്കുകൾ അടക്കം പുറത്തേക്ക് വരുമ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് BJP പ്രതിരോധിക്കുന്നത്? അവർ പറയുന്നത് എന്താ? ഇതിൽ ഈ BJP കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് ഈ ഒരു ബാങ്ക് ഇടപാട് വഴിയുള്ള പണമിടപാടായതിനാൽ ഇതിൽ കൃത്യമായി സുതാര്യത ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ കേന്ദ്ര സർക്കാർ അടക്കം ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് ഇത് നിയമാനുസൃതമായ കോഴയാണ്. കാരണം ഈ ഇലക്ട്രൽ ബോണ്ട് വഴി പണം നൽകുന്നത് ആരാണെന്നോ എത്ര രൂപ ലഭിച്ചെന്നോ ഇതിലെ വ്യവസ്ഥ അനുസരിച്ച് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് നിയമാനുസൃതമായ കോഴയാണ്. മാത്രമല്ല ഇതിൽ സുതാര്യത ഇല്ല എന്നുള്ളതാണ് പ്രധാനമായും ഈ ഹർജിക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ അവിടെ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നത്, സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്, സ്വാഭാവികമായി ഈ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി എല്ലാ നിലയും ഇങ്ങനെ പണം ലഭിക്കുമ്പോൾ അതിൻ്റെ ഒരു സോഴ്സ് ഉൾപ്പെടെ എല്ലാ നിലയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിഞ്ഞിരിക്കണമെന്ന് സുപ്രീം കോടതി ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ 2019 ഒരു ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി ഭാഗത്തുണ്ടായിരുന്നു. ആ ഉത്തരവ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത്തരത്തിൽ ഈ ഒരു പണം നൽകിയവരുടെ കണക്കുകളും ലിസ്റ്റുകളും ഉണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ അത് 2019 മുൻപായി മാത്രമേ അത് ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. അങ്ങനെ എല്ലാ നിലയും നിരവധി വാദങ്ങളും പ്രതിവാദങ്ങളും ഇതിൽ പ്രധാനമായി നടന്നു.
ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു 1000 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയാണ് ഈ ബോണ്ടുകളുടെ മൂല്യം എന്ന് പറയുന്നത്. ഇതിനായി ഇത്തരത്തിൽ ഈ ബോണ്ടുകളുടെ മൂല്യം ഇതിനുവേണ്ടി RBI നിയമവും ആദായ നികുതി നിയമവും ജനപ്രാതിനിധ്യ നിയമവും എല്ലാം നിലയും ഭേദഗതി ചെയ്തുകൊണ്ടാണ് ഈ ഒരു നിയമം BJP സർക്കാർ കൊണ്ടുവന്നത്. ഈ കേന്ദ്ര സർക്കാർ പാസ്സാക്കിയ ഈ പദ്ധതിയുടെ വ്യവസ്ഥ പ്രകാരമാണ് ആരാണ് പണം നൽകിയതെന്ന് പാർട്ടികൾക്ക് വെളിപ്പെടുത്തുന്നത്. സ്വാഭാവികമായി ഈ പണമെല്ലാം നിലയും എത്തിച്ചേരുന്നത് BJPയിലേക്ക് ആണ്. പ്രത്യേകിച്ച് ഭരണപക്ഷത്തിരിക്കുന്ന BJPയിലേക്കാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വലിയ വലിയ കോർപ്പറേറ്റുകളൊന്നും പണം യഥേഷ്ടം ഈ ബോർഡുകൾ വഴി SBI ബാങ്കിൽ അക്കൗണ്ടിൽ പണമാക്കിയെടുക്കുകയും അത് യഥേഷ്ടം സ്വീകരിക്കുകയും ചെയ്യാം. അത് ആരാണ് നൽകിയെന്നോ എത്ര രൂപ നൽകിയെന്നോ വെളിപ്പെടുത്തുകയും വേണ്ട. അങ്ങനെ നിയമാനുസൃതമായ ഒരു കോഴയാണെന്ന് സ്വാഭാവികമായി പ്രതിപക്ഷം ആരോപിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ആ കാര്യത്തിൽ ഇന്നിപ്പോൾ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിൽ നിന്ന് ഒരു വിധി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് ഈ ലോക്സഭ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ അത് വിധി എതിരായാൽ അത് മോദി സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാവുകയും ചെയ്യും. കീർത്തി. ശരി, സിബി ജോസഫാണ് ദില്ലിയിൽ നിന്നും സമഗ്ര വിവരങ്ങൾ നൽകിയത്.